അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ, ദാസികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഓരോ ദിനവും മുടങ്ങാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൻ അത്വാഇൻ റഹിമഹുമുല്ലാഹ് ഖാല ഖുൽതു ലി ആയിഷത റളിയല്ലാഹു തആല അൻഹാ അഖ്ബിർനി ബിഅഅജബി ما رأيت من رسول الله صلى الله عليه وسلم قالت وأي شأنه لم يكن عجبا إنه أتاني ليلة فدخل معي لحافي ثم قال ذرني أتعبد لربي فقام فتوضأ ثم قام يصلي فبقى حتى سألت دموعه على صدره. മഹാനായ അത്വാ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ കാര്യം എനിക്ക് അറിയിച്ചു തന്നാലും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ കാര്യം എന്താണ്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞുകൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് കാര്യമാണ് അത്ഭുതകരമല്ലാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത്ഭുതം നിറഞ്ഞതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഏതാണ്? എല്ലാ കാര്യങ്ങളും അത്ഭുതമാ. പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരു രാത്രി തങ്ങൾ എൻ്റെ അരികിൽ വന്നു, എന്നോടൊപ്പം എൻ്റെ പുതപ്പിൽ കിടന്നു. ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ, ഞാൻ കുറച്ചു നേരം എൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യട്ടെ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്തു നമസ്കരിക്കാൻ തുടങ്ങി. നമസ്കാരത്തിൽ തങ്ങൾ കരഞ്ഞു, കണ്ണുനീർ തുള്ളികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ നെഞ്ചിലൂടെ അവിടെ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കൂ ചെയ്തു, അതിലും അപ്രകാരം കരഞ്ഞു. സുജൂദിൽ കടന്ന് റുക്കൂയിൽ കടന്ന് പ്രവാചകൻ വല്ലാതെ കരഞ്ഞു. ഒരുപാട് പ്രവാചകൻ കരഞ്ഞു. പിന്നീട് തല ഉയർത്തി, അതിലും അപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദാകട്ടെ റുക്കൂ ആകട്ടെ എല്ലാത്തിലും അങ്ങനെ കടന്ന് കരയുകയാണ്. അവസാനം ബിലാൽ റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടി വിളിക്കുവാൻ വരുന്നതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വന്ന് വിളിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വന്ന് വിളിക്കുന്നതുവരെ ആ രാത്രി മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകെട്ടി നിന്നു, റുക്കൂയിൽ കരഞ്ഞു, സുജൂദിൽ കരഞ്ഞു. തന്റെ നെഞ്ചിലൂടെ കണ്ണുനീർ ഒഴുകുന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിയുടെ സമയം വരെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ സുബഹിയുടെ സമയമായി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് വിരമിച്ചപ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങയുടെ കഴിഞ്ഞുപോയ പാവങ്ങൾ മുഴുവനും ഇനി ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന പാവങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തന്നിരിക്കുകയാണല്ലോ, അങ്ങക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ ഇത്രയും കരയുന്നത്, ഇത്രയും പ്രയാസപ്പെടുന്നത്, ഇതുപോലെ കടന്ന് കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാനൊരു നന്ദിയുള്ള ആയിക്കോട്ടെ ആയിഷ, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യാതിരിക്കുക? ഇന്ന് രാത്രി എൻ്റെ മേൽ സൂറത്തുൽ ആലി ഇംറാനിലെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതി
ആയാത്തിൽ ലിഉലിൽ അൽബാബ് എന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങി. പിന്നെ എങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങും? ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു. അത് തനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ കാര്യമാണെന്ന് മഹ്ദി അവിടുന്ന് പഠിപ്പിച്ചു തരികയാ. അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ ഇംറഇൻ തഖൂനു ലഹു സ്വലാത്തുൻ ബില്ലൈലി ഫഗലബഹു അലൈഹാ നൗമുൻ ഇല്ലാ ഖതബല്ലാഹു ലഹു അജ്റ സ്വലവാതിഹി വകാന നൗമുഹു സദ്ദഖത അലൈഹി. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഹജ്ജുദ് നമസ്കാരം പതിവാക്കിയ ഒരാൾ ഉറക്കം മികച്ചതിനാൽ ഒരു രാത്രി ഉറങ്ങിപ്പോയി. ഒരാൾ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങിപ്പോയി, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദേഹം ഉറങ്ങിപ്പോയാലും അദ്ദേഹത്തിന് തഹജ്ജുദിന്റെ കൂലി നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ ഉറക്കം അള്ളാഹുവിൽ നിന്നുള്ള ഒരു സമ്മാനമായിരിക്കുമെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. യാദൃശികമായി ഒരു ദിവസം തഹജ്ജുദ് നിസ്കാരം മുടങ്ങിപ്പോയതിന്റെ പേരിൽ, അവിടെ നിന്ന് ഉറങ്ങിപ്പോയതിന്റെ പേരിൽ പലരും പ്രയാസപ്പെടുന്നുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ മനുഷ്യന് ഉറങ്ങിപ്പോയാലും അള്ളാഹു ആ മനുഷ്യന് ആ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. ഉറങ്ങിപ്പോയാലും ആ മനുഷ്യന് ഇബാദത്തിന്റെ കൂലി അള്ളാഹു നൽകുമെന്ന് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നു. അൻ അബി സഈദ് അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഐഖല الرجل അഹ്ലഹു മിനൽ ലൈലി ലയാ ഔ സല്ല റകഅതൈൻ ജമീഅൻ കുതിബ മിനൽ ദാകിരീന വദ്ദാകിറാത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, രണ്ട് സ്വഹാബികളും പറയുന്നു, ഒരാൾ രാത്രിയിൽ കുടുംബത്തെ ഉണർത്തുകയും ഇരുവരും കുറഞ്ഞ പക്ഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവരിരുവരും അധികമായി ദിക്ർ ചൊല്ലുന്നവരിൽ അള്ളാഹു എഴുതപ്പെടുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും ഭർത്താവും കൂടെ പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത്, ഏറ്റവും കുറഞ്ഞത് 2 റക്അത്തെങ്കിലും നമസ്കരിച്ചാൽ അവർക്ക് ദിക്റുകൾ ചൊല്ലിയതിന്റെ പ്രതിഫലം, രാത്രി കാലങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞതിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ മറന്നു പോകരുത്. അബീ ദർദാ റളിയല്ലാഹു തആല അൻഹു യബ്ലുഗു ബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈലി ഫഗലബതുഹു ഐനാഹു ഹത്താ അസ്ബഹ കുതിബ ലഹു മാ നവാ വകാന നൗമുഹു സദഖതൻ അലൈഹി മിൻ റബ്ബിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു വ്യക്തി ഉറങ്ങുന്നതിന് വേണ്ടി തൻ്റെ വിരിപ്പിലേക്ക് എത്തിയപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് കരുതി. എന്നാൽ ആ മനുഷ്യൻ അങ്ങനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കണം, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിയ്യത്തോടുകൂടി ഒരു മനുഷ്യൻ കടന്നുറങ്ങി. പക്ഷേ അവൻ ഉറങ്ങിപ്പോയി, അവൻ പ്രഭാതത്തിലാണ് എഴുന്നേക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിന് തഹജ്ജുദിന്റെ കൂലി ലഭിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഉറക്കം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സമ്മാനമായിരിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് ഉറങ്ങിപ്പോയാലും ആ മനുഷ്യൻ അള്ളാഹു കൂലി കൊടുക്കും. അത്രയും മഹത്വമേറിയ ഒരു നമസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. പ്രവാചകൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. മുത്തുനബി തൻ്റെ മകളോട് പറയുമായിരുന്നു, നീ എത്രയും പെട്ടെന്ന് ഒരു ആടിനെ, ഒരു ഒട്ടകത്തെ കറക്കുന്ന സമയം കൊണ്ടെങ്കിലും നീ തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. നമ്മളോട് റബീഉൽ അവ്വൽ വിട പറയാനൊരുങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാ. സ്വലാത്തുകൾ കൊണ്ട്, സ്വലാമുകൾ കൊണ്ട്, മുത്തുനബിയുടെ മദ്ഹുകൾ കൊണ്ട് ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് നമുക്ക് കാണിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരവസരമാണ്. ഈ വെള്ളിയാഴ്ച രാവിൽ മദീനയുടെ മടിത്തട്ടിൽ കടന്നുറങ്ങുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സ്വലാത്തുകളും സ്വലാമുകളും മദ്ഹുകളും നമുക്ക് ഹദിയ ചെയ്യാൻ കഴിയണം. ആ പ്രവാചകൻ നമ്മളോട് സലാം പറയണം, നമ്മുടെ സലാം അടക്കണം. നമ്മളുടെ മാതാപിതാക്കളുടെ പേരുൾപ്പെടെ ആ റൗളാ ഷരീഫിന്റെ
അള്ളാഹുവിൻ്റെ ചാരത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചെന്ന് പറഞ്ഞു കൊടുക്കണം. ആ പ്രവാചകനുമായി നമ്മുടെ ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അടുത്ത വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ദിക്റുകൾ, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഖത്തങ്ങൾ, ഇതെല്ലാം നമ്മൾ ഹദിയ ചെയ്യുന്ന ആ പരിശുദ്ധമായ ദിനം നമ്മളിലേക്ക് കടന്നു വരികയാ. അതുകൊണ്ട് എല്ലാവരും സ്വലാത്തുകൾ പറയുകയും എണ്ണം എടുത്തു വെക്കുകയും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഹദിയ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ഇബാദത്തുകൾ മറന്നു പോകരുത്. സൂറത്തുൽ കഹഫ് ഉൾപ്പെടെ കുളി, ഇതെല്ലാം മറക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്ത് പരിപൂർണ്ണ പ്രതിഫലം നേടിയെടുക്കണം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ വളരെ പ്രയാസത്തിൽ, വളരെ വേദനയിലാണ് കുടുംബം. ഉസ്താദെ മറക്കരുത്, ദുആ ചെയ്യണം. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ശിഫാഉ കൊടുത്ത് ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.